Dear friends, welcome to my class. Learn English Grammar with Madhav Mash. നമ്മുടെ ഒരുപാട് വീഡിയോസ് കഴിഞ്ഞു. ഇനിയും ഞാൻ നിങ്ങൾക്ക് സെൻറ്റൻസിനെ കുറിച്ച് തന്നെയാണ് പറയാൻ പോകുന്നത്. ഇന്ന് ഞാൻ പറയുന്നത് സിമ്പിൾ സെൻറ്റൻസ് ഉണ്ടാക്കാനുള്ള മെത്തേഡുകൾ എന്താണ്. സാധാരണ മലയാളത്തിൽ ചൂണ്ടിക്കാതെ മറ്റുള്ള പറയാം. അതൊന്നും നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തണ്ട. വാട്ട് ഈസ് എ സിമ്പിൾ സെൻറ്റൻസ്? സിമ്പിൾ സെൻറ്റൻസ് കണ്ടെയ്ൻസ് one main clause. In addition to there may be sometime a phrase. ഒരു ഫ്രേസ് ചിലപ്പോൾ ഉണ്ടാവും. ഒരു മെയിൻ ക്ലോസ് എന്തായാലും വേണം സിമ്പിൾ സെൻറ്റൻസ് ആവാൻ. ഒരു ഫ്രേസും ഉണ്ടാവും. ഫ്രേസ് ഉണ്ടാവുന്ന നിർബന്ധമൊന്നും ഇല്ല. സാധാരണ സിമ്പിൾ സെൻറ്റൻസ് ആക്കാൻ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ 5 മെത്തേഡാണ് ഉപയോഗിക്കുക. ദർ ആർ 5 മെത്തേഡ്സ് ടു മേക്ക് എ സിമ്പിൾ സെൻറ്റൻസ്. സാധാരണ ഇപ്പോൾ 2 സിമ്പിൾ സെൻറ്റൻസ് തന്നിട്ട് ഒരു സിമ്പിൾ സെൻറ്റൻസ് ആക്കാൻ പറയാം. ഒരു കോമ്പൗണ്ട് സെൻറ്റൻസ് തന്നിട്ട് ഒരു സിമ്പിൾ സെൻറ്റൻസ് ആക്കാൻ പറയാം. ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് തന്നിട്ട് ഒരു സിമ്പിൾ സെൻറ്റൻസ് ആക്കാൻ പറയാം. അതേസമയം കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് തന്നിട്ട് സിമ്പിൾ സെൻറ്റൻസ് ആക്കാൻ പറഞ്ഞാൽ അത് സാധ്യമായിരുന്നില്ല. കാരണം കോമ്പൗണ്ട് കോംപ്ലക്സിന് 2 മെയിൻ ക്ലോസ് നിർബന്ധം. മനസ്സിലായി? ഒരു ഫ്രേസ് ആക്കി കഴിഞ്ഞാൽ 2 ക്ലോസ് വന്നു കഴിഞ്ഞാൽ അത് ഒരിക്കലും സിമ്പിൾ സെൻറ്റൻസ് ആവില്ല. എന്നതുകൊണ്ട് തന്നെ കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസിന് നമ്മൾ സിമ്പിൾ സെൻറ്റൻസ് ആക്കാൻ ശ്രമിക്കാറില്ല. അങ്ങനെയാണെങ്കിൽ 2 സിമ്പിൾ സെൻറ്റൻസ് ഉണ്ടാക്കേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ 2 സിമ്പിൾ സെൻറ്റൻസ് തന്നാൽ അതിനോട് സിമ്പിൾ സെൻറ്റൻസ് ആക്കാൻ എന്ത് ചെയ്യാം? ചെയ്യാവുന്നൊരു മെത്തേഡ് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുക എന്നാണ് ഫസ്റ്റ് മെത്തേഡ്. സിമ്പിൾ സെൻറ്റൻസ് ഉണ്ടാക്കാൻ നമ്മൾ ചെയ്യേണ്ടത് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുക. പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ക്രിയയുടെ ING രൂപമാണ്. ക്രിയയുടെ ING. ഇപ്പോൾ റണ്ണുകളുടെ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ രൂപമാണ് റണ്ണിങ്. പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ. അതിന് പാസ്റ്റ് പാർട്ടിസിപ്പിൾ റണ്ണുന്നുണ്ട്, അത് നമുക്കറിയാം. നമ്മൾ പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ചിട്ട് എഴുതുന്നു. അതുപോലെ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു മെത്തേഡാണ് പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ. പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഹാവിങ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിളിനെയാണ് പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയാം. ഹാവിങ് പ്ലസ് പാസ്റ്റ് V3 പാസ്റ്റ് പാർട്ടിസിപ്പിളിനെയാണ് പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയാം. പിന്നൊരു മെത്തേഡ്, മൂന്നാമത്തെ മെത്തേഡ് പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ പാസീവ് ആണ്. പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ പാസീവ് എന്ന് പറഞ്ഞാൽ ഹാവിങ് പ്ലസ് ബീൻ പ്ലസ് V3. ഹാവിങ് പ്ലസ് ബീൻ പ്ലസ് V3 ഇതാണ് പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ. ഒരു മെയിൻ ക്ലോസിനെ പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ചിട്ട് ഫ്രേസ് ആക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു, നാലാമത്തെ പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ പാസീവ്. പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ പാസീവ് അതായത് ഹാവിങ് പ്ലസ് ബീൻ പ്ലസ് V3. നേരത്തെ പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഹാവിങ് പ്ലസ് V3. പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ പാസീവ് എന്ന് പറഞ്ഞാൽ ഹാവിങ് പ്ലസ് ബീൻ പ്ലസ് V3. അഞ്ചാമത്തെ മെത്തേഡ് അബ്സല്യൂട്ട് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. അത് ഈ പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ പാസീവിലെ പോലെ തന്നെ അബ്സല്യൂട്ട് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് 2 ക്ലോസിലെയും സബ്ജക്റ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും. അതേസമയം പ്രസന്റ് പാർട്ടിസിപ്പിൾ, പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ പാസീവിലെല്ലാം 2 വാചകത്തിലെ സബ്ജക്റ്റും ഒന്നാണെങ്കിൽ പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ പാസീവ് ഉപയോഗിച്ച് എഴുതേണ്ട വാചകത്തിലെ 2 വാചകത്തിലെ സബ്ജക്റ്റ് വ്യത്യാസം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അതിനെ അബ്സല്യൂട്ട് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ പോലെ തന്നെ, പക്ഷേ പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ പാസീവിൽ ഉപയോഗിക്കുന്ന വാചകത്തിൽ സബ്ജക്റ്റുകൾ വ്യത്യാസമായിട്ട് വരികയാണെങ്കിൽ അത് നമ്മൾ അബ്സല്യൂട്ട് കൺസ്ട്രക്ഷൻ എന്ന് പറയും. അപ്പോൾ ഒരു സബ്ജക്റ്റ് വയ്ക്കുക, ഹാവിങ് പ്ലസ് ബീൻ പ്ലസ് V3 വയ്ക്കുക, മെയിൻ ക്ലോസ് വയ്ക്കുക. അപ്പോൾ അബ്സല്യൂട്ട് കൺസ്ട്രക്ഷനായി. അപ്പോൾ ഒരു വാചകത്തിനെ, 2 വാചകങ്ങളെ സിമ്പിൾ സെൻറ്റൻസ് ആക്കാനുള്ള മെത്തേഡുകളാണ് ഞാൻ പറഞ്ഞത്. 1 പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുക, 2 പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുക, 3 പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ പാസീവ് ഉപയോഗിക്കുക, 4 പെർഫെക്റ്റ് അബ്സല്യൂട്ട് കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുക. ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിൻ്റെ എല്ലാ എക്സാമ്പിൾ അടക്കം ഞാൻ ബോർഡിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബോർഡിലേക്ക് തിരിയാം. ഇതാ, ഹി റാൻ. ഒരു സബ്ജക്റ്റ്, ഒരു വെർബ്, ഒരു മെയിൻ ക്ലോസ് ആയി, സിമ്പിൾ സെൻറ്റൻസ് ആയി. ഹി കെയിം, വന്നു ടു ദ ക്ലാസ് റൂം. ഇതൊരു സിമ്പിൾ സെൻറ്റൻസ്. 2 സിമ്പിൾ സെൻറ്റൻസ്, ഒറ്റയ്ക്ക് നിൽക്കുന്ന 2 സിമ്പിൾ സെൻറ്റൻസ്. ഈ സിമ്പിൾ സെൻറ്റൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നോക്കുമോ, ഈ റാൻ എന്ന് പറയുന്നത് നമ്മൾ പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ് ING ഫോം ഉപയോഗിച്ചു. റണ്ണിങ് ഹി ഉപയോഗിച്ചില്ല. അത് വെറും ING രൂപം മാത്രമായിരുന്നു. ഫ്രേസായി. ഹി റാൻ എന്നുള്ള ക്ലോസ് ഫ്രേസായി മാറി. ഫ്രേസ് ഇല്ല, പ്രസന്റ് പാർട്ടിസിപ്പിൾ ഒറ്റ വാക്കേ എന്നാലും ഇതിനെ ഫ്രേസ് നമുക്ക് പറയാം. പദസമൂഹങ്ങൾ ഉണ്ടാവണേ, ഒരു പദമല്ലേ ഉള്ളൂ. പ്രസന്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ചു ഇതിനെ. റണ്ണിങ് ഹി കെയിം ടു ദ ക്ലാസ് റൂം. ഓടിക്കൊണ്ടവൻ ക്ലാസ്സിലേക്ക് വന്നു. അവൻ ക്ലാസ്സിലേക്ക് വന്നു. അല്ല എന്തായാലും ഓടിക്കൊണ്ടവൻ ക്ലാസ്സിലേക്ക് വന്നു.
ഇതുപോലെ നിങ്ങൾ വേറെ എന്തെങ്കിലും എഴുതുക. കേട്ടില്ലേ? റീഡിങ് ഹി ഫെൽ അസ്ലീപ് എന്ന് പറഞ്ഞാൽ എഴുതുക. ഈ റെഡ് ഹി ഫെൽ അസ്ലീപ്, റീഡിങ് ഹി ഫെൽ അസ്ലീപ്. വീട്ടിൽ നിന്ന് വേറെ എക്സാമ്പിളുകൾ പോലെ എഴുതുക. അല്ലെങ്കിൽ ഇതേ വാചകം നിങ്ങൾ ഒരു 5 പ്രാവശ്യം എഴുതി പഠിക്കുക. അപ്പോൾ വേറെ എക്സാമ്പിളുകൾ എഴുതാൻ പറ്റും. 2 ഹി ഈസ് റിച്ച്. ഇതേപോലത്തെ പ്രയോഗം തന്നെയാണ്. ഇവിടുത്തെ പ്രെഡിക്കേറ്റ് റേൻ എന്നുള്ള വെർബല്ല, ഇവിടെ പ്രെഡിക്കേറ്റ് കിട്ടും. നിങ്ങൾ ഈസ് പ്ലസ് ബി രൂപമാണ്, ഈസ് പ്ലസ് അഡ്ജക്റ്റീവ് ആണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈസ് പറയുന്ന ING രൂപം കൊണ്ടുവരിക. അതാണ് ബീയിങ് റിച്ച് ഈ ക്യാൻ ബൈ എ കാർ. അവൻ പണക്കാരനാകുന്നു, അവന് കാർ വാങ്ങാൻ കഴിയും. എന്താക്കി നമ്മൾ പണക്കാരനായതുകൊണ്ട് അവന് കാർ വാങ്ങാൻ കഴിയും. ഇതൊരു മെയിൻ ക്ലോസ് ആക്കി. ഈ ക്ലോസിനെ നമ്മൾ ഈ സിമ്പിൾ സെന്റൻസ് നമ്മൾ ഫ്രേസ് ആക്കി. എന്താ ചെയ്തത്? ഫ്രേസ് ആക്കാൻ ഈസിന്റെ ING രൂപം എഴുതി, അഡ്ജക്റ്റീവ് കൊണ്ട് എടുത്ത് എഴുതി. ബീയിങ് റിച്ച്, അപ്പൊ ബീയിങ് ബ്യൂട്ടിഫുൾ, ബീയിങ് സാഡ്, ബീയിങ് ഇൽ, ഇതൊക്കെ ഫ്രേസുകളാണ് എന്നർത്ഥം. അപ്പൊ ഇതിന് പ്രസന്റ് പാർട്ടിസിപ്പിൾ തന്നെയാണ് പറയാം. അപ്പൊ ബീയിങ് പ്ലസ് റിച്ച് കണ്ടാലും അഡ്ജക്റ്റീവ് കണ്ടാലും പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. വെറും ING രൂപം കണ്ടാലും പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. ഇനി മൂന്നാമത്തെ, ഈ ഹാസ് കംപ്ലീറ്റഡ് ദ നോവൽ. ജോലി കഴിഞ്ഞു, പൂർത്തിയാക്കിയിട്ടുണ്ട്, പക്ഷെ സമയം അറിയില്ല. പ്രസന്റ് പെർഫെക്റ്റ് ഈ ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ്. ഈ ക്യാൻ പബ്ലിഷ് ഇറ്റ്. അപ്പൊ അവന് പബ്ലിഷ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ എന്താ പറയാ? കംപ്ലീറ്റ് ആയതുകൊണ്ട് അവന് നോവൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഹാവിങ് കംപ്ലീറ്റഡ് ദ നോവൽ, ഈ വര ഇങ്ങോട്ട് മാറേണ്ടതാണ്. ഇവിടെയാണ് വേണ്ടത്, സോറി. ഈ ഹാവിങ് കംപ്ലീറ്റഡ് ദ നോവൽ ഹി ക്യാൻ പബ്ലിഷ്. ഈ ക്യാൻ പബ്ലിഷ് എന്നുള്ള മെയിൻ ക്ലോസ്, ഹാവിങ് കംപ്ലീറ്റഡ് ദ നോവൽ എന്നുള്ള ഫ്രേസ്. അപ്പൊ ഹാസ് കംപ്ലീറ്റഡ് എന്നുള്ള പോയിട്ട് എന്തായി മാറി? ഹാവിങ് പ്ലസ് V3. അത് ഫ്രേസ് ആയിട്ട് വരിക, അത് ക്ലോസ് അല്ല. കാരണം ഈ ഹാവിങ് കംപ്ലീറ്റഡ് എന്നുള്ളത് നമ്മൾ പഠിച്ച 20 ടെൻസിൽ പെടില്ല, ഒരു ടെൻസിലും പെടാത്തതാണ്. അപ്പൊ ടെൻസിൽ പെടാത്തതൊക്കെ അപൂർണ ക്രിയകളാണ്, പൂർണ്ണക്രിയ അല്ല. അതുകൊണ്ട് ഇത് നോൺ ഫിനിറ്റീവ് ആണ്, ഫിനിറ്റീവ് വെർബ് അല്ല. ഹാവിങ് പ്ലസ് കംപ്ലീറ്റഡ് എന്ന് കണ്ടാൽ അതൊരു ഫ്രേസ് ആണ്. ഇതുകൂടി പറയാം, ഹാവിങ് കംപ്ലീറ്റഡ് ദ നോവൽ ഈ ക്യാൻ പബ്ലിഷ്. ആരാ നോവൽ കംപ്ലീറ്റ് ചെയ്തത്? ഇവൻ തന്നെ. ആരാ പബ്ലിഷ് ചെയ്യുക? അവൻ തന്നെ. അപ്പൊ ഇതാണ് ഇതിന് അബ്സല്യൂട്ട് അല്ല, പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ എന്നാ പറയുന്നത്. പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ ഹാവിങ് പ്ലസ് V3 കണ്ടാൽ പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ പറഞ്ഞു. അപ്പൊ പ്രസന്റ് പാർട്ടിസിപ്പിൾ, ഇതും പ്രസന്റ് പാർട്ടിസിപ്പിൾ, പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ. 4 രാമ വാസ് അറസ്റ്റഡ്. വാസ് അറസ്റ്റഡ് പാസീവ് ആണ്, സിമ്പിൾ പാസ്റ്റ് പാസീവ്. അറസ്റ്റ് ചെയ്യപ്പെട്ടു, അവനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകപ്പെട്ടു. അവനെ കൊണ്ടുപോയി പോലീസുകാരാണ്. അവനെ അറസ്റ്റ് ചെയ്യപ്പെട്ടത് പോലീസ് അവനെ അറസ്റ്റ് ചെയ്യുന്നതാണ് ആക്റ്റീവ്. പോലീസ് അവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ആക്റ്റീവ്, ഇത് പാസീവിൽ എഴുതുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ പെർഫെക്റ്റ് പാർട്ടിസിപ്പിളിന്റെ പാസീവിൽ എടുത്ത് എഴുതണം. പെർഫെക്റ്റ് പാർട്ടിസിപ്പിളിനെ പാസീവ് ആക്കാൻ ഹാവിങ് പ്ലസ് ബീങ് പ്ലസ് V3 വെച്ചാൽ മതി. അറസ്റ്റ് ചെയ്യപ്പെട്ടത് കൊണ്ട് രാമനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകപ്പെട്ടു. ഇവിടുത്തെ അറസ്റ്റ് ചെയ്തത് കൊണ്ട്, സോറി, കംപ്ലീറ്റ് ആക്കിയതുകൊണ്ട്, ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടത് കൊണ്ട് ഹാവിങ് ബീൻ അറസ്റ്റഡ്. ഇത് നമ്മൾ പഠിച്ച ഒരു ടെൻസിലും പെടില്ല. പ്രസന്റ് പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ പാസീവ് ആണ്, ഫ്രേസ് ആണ്. ഇത് മെയിൻ ക്ലോസ് ആണ്, സിമ്പിൾ സെന്റൻസ് ആണ്. അടുത്തതോ, രാമ വാസ് അറസ്റ്റഡ്. രാമനെ അറസ്റ്റ് ചെയ്യപ്പെട്ടു, അവന്റെ കുട്ടികൾക്ക് ആരുമില്ലാണ്ടായി മാറി. കുട്ടികൾ നിസ്സഹായരായി. അപ്പൊ 2 വാചകത്തിൽ സബ്ജക്റ്റ് വ്യത്യാസമുണ്ട്. ഇവിടെ തന്നെ രണ്ടും ഒന്നാണ്. ഇവിടെ രാമൻ സബ്ജക്റ്റ്, ഇവിടെ കുട്ടികളാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പെർഫെക്റ്റ് പാർട്ടിസിപ്പിൾ പാസീവിനെ പോലെ തന്നെ അതിനൊരു പാർട്ടി കൂടി വരും. സബ്ജക്റ്റ് വരെയാകുള്ള ആദ്യം ഒരു സബ്ജക്റ്റ് വെക്കും. അപ്പൊ രാമ ഹാവിങ് ബീൻ അറസ്റ്റഡ്, രാമൻ അറസ്റ്റ് ചെയ്യപ്പെട്ടത് കൊണ്ട് ഹിസ് ചിൽഡ്രൻ ഹാഡ് ബിക്കം ഹെൽപ്ലെസ്, നിസ്സഹായരായിട്ടുണ്ട്. ഇതിനാണ് നമ്മൾ ഇവിടെ രാമനും ഇവിടെ ചിൽഡ്രനും ആണ്. അതേസമയം ഇവിടെ 2 സബ്ജക്റ്റ് ഒന്നാണ്. അപ്പൊ സബ്ജക്റ്റുകളുടെ ഓരോ ക്ലോസിലും ഫ്രേസിലും ക്ലോസിലും വ്യത്യാസമായി വരുന്ന ഈ പ്രയോഗത്തിന് നമ്മൾ അബ്സല്യൂട്ട് കൺസ്ട്രക്ഷൻ എന്ന് പറയും. ഇതാണ് 4 മെത്തേഡുകൾ സിമ്പിൾ സെന്റൻസ് ആക്കാനുള്ളത്. ഈ 4 മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് വാചകങ്ങളെ, കോംപ്ലക്സിനെ, ബോഡിനെയൊക്കെ സിമ്പിൾ സെന്റൻസ് ആക്കാൻ പറ്റും. അപ്പോൾ സിമ്പിൾ സെന്റൻസ് ആക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 2 വാചകം നമുക്ക് സിമ്പിൾ സെന്റൻസ് ആക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്താ? ഈ 4 മെത്തേഡ് ഉപയോഗിക്കുക. 4 മെത്തേഡിൽ 5 രീതിയിൽ ഉണ്ടെന്ന് മാത്രം. ഈ പ്രസന്റ് പാർട്ടിസിപ്പിൾ 2 രീതിയിൽ വരും. ഒരേ NG വരും, ബീയിങ് പ്ലസ് അഡ്ജക്റ്റീവും വരും. ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതാണ് നമുക്ക് ഇന്ന് പറയാം. സിമ്പിൾ സെന്റൻസിനെ കുറിച്ച് നമ്മൾ നല്ലൊരു ധാരണ ഉണ്ടാക്കി വയ്ക്കുക. ഇത് നല്ലപോലെ ആവർത്തിച്ച് എഴുതുക. ഈ വാചകങ്ങൾ ബോർഡ് നോക്കി ആവർത്തിച്ച് പുസ്തകത്തിൽ എഴുതി വയ്ക്കുക. കൃത്യമായിട്ട് നിങ്ങൾക്ക് പിടിപാട് കിട്ടും. മുമ്പുള്ള ഐഡിയോകൾ മറിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ വളരെ വ്യക്തമായി മനസ്സിലായി വരും. ഇതുപോലെ വാചകങ്ങൾ പേപ്പറിലോ പുസ്തകങ്ങളിലോ വായിക്കുമ്പോൾ കാണുമ്പോൾ അതിന് അണ്ടർലൈൻ ചെയ്തിട്ട് ഇന്ന വാചകമാണെന്ന് കണ്ടെത്തുക. തെറ്റിക്കോട്ടെ, സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഇട്ടാൽ മതി, ഞാൻ പറഞ്ഞു തരണ്ടേ. കൂടുതൽ പറയാനില്ല. ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടിരിക്കുന്നു ഞാൻ കരുതുന്നു. കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടാണ് പറയണത്. ചെറിയ കുട്ടികൾക്ക് മനസ്സിലാവില്ല, +2 ഡിഗ്രിക്കാർക്കും മനസ്സിലാവും വിചാരിക്കണു.
എന്തായാലും ഇത് പഠിച്ചാൽ നമുക്ക് പിന്നെ വീണ്ടും പിന്നാക്കം പോവാം, വീണ്ടും നമുക്ക് പിന്നാക്കം പോവാം. അപ്പോൾ എൻ്റെ ക്ലാസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നല്ലപോലെ പഠിച്ച് മിടുക്കന്മാരാകുക. താങ്ക് യു.